പണ്ട് സുചിത്ര മേനോൻ യോഗ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് എന്നെ എല്ലാവരും ആ പേരിൽ അറിയുന്നതുകൊണ്ട് ഞാൻ അത് തന്നെ ലേബിളാക്കി എടുത്തു. ഒത്തിരി പലിശയ്ക്ക് പൈസ കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ സർജറിയൊക്കെ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷിക്കേ, ജീവിച്ച് കൊതി തീർന്നില്ല എന്നുള്ളൊരു. എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ. നീ ഒരു വെറും പെണ്ണ, നീ പുറം ലോകം കാണില്ല, ഇന്ന് നീ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ഇത്രയും ഹറാസ് ചെയ്ത ആള്, അതും ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊരു സാധനത്തിലാണ് ഞാൻ നിന്ന്. ഒരു മേക്കപ്പ് ഇറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ എങ്ങനെ ചെയ്യും, സുചിത്ര മേനോൻ എന്നുള്ള പറഞ്ഞ ഒരാൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ജാതിയുമായിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കി. അതിന് എന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിലൂടെയൊക്കെ എൻ്റെ ജീവിതം കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് മന്ത് സാലറി എനിക്ക് അയാളുടെ പിന്നാലെ നടന്നിട്ടാണ് വാങ്ങിക്കേണ്ടി വന്നത്. എൻ്റെ പാസ്പോർട്ടൊക്കെ റൂമിലാണല്ലോ, ഇവരുടെ റൂമിൻ്റെ ഫ്രണ്ടിലും വന്ന് നിന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മര്യാദയ്ക്ക് കയറിക്കോ അല്ലെങ്കിൽ എൻ്റെ പേർക്ക് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്. അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞു യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെയാണ് അവരെന്നെ വിളിക്കുകയും ഞാൻ അവരുടെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. വിത്തിൻ 15 days ഹി സ്റ്റാർട്ടഡ് ടു ഈറ്റ്. സ്വന്തം കൈ കൊണ്ട് കഴിക്കാൻ ആ ചേട്ടൻ തുടങ്ങി. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുചിത്ര മേനോനാണ്. സുചിത്ര ഒരു ഇന്റർനാഷണൽ യോഗ ട്രെയിനറാണ്. സുചിത്രയുടെ ജീവിതം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ സുചിത്രയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം ജീവിതത്തിൽ വളരെയധികം പൊരുതി വിജയിച്ച ഒരു സ്ത്രീയാണവർ. നമുക്ക് ചോദിക്കാം സുചിത്രയോട് തൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു യോഗ ട്രെയിനറാണ്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്കും അതുപോലെ പഠിക്കുന്ന ആൾക്കും ഒരുപോലെ മനസ്സമാധാനം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു യോഗ എന്നുള്ള ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പടവുകളും പിന്നിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടിക്കാലത്തേക്ക് പോകണം. അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. ജനിച്ചു വളർന്നതൊക്കെ പാലക്കാടാണ്. പാലക്കാട് തന്നെയാണ്. അവിടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു ജീവിച്ചത്. അമ്മമാരുടെ ഒക്കെ കൂടെയായിരുന്നു. അച്ഛനും അമ്മയും ബോംബെയിലായിരുന്നു. പിന്നെ ഇടയിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് അവർ റീലൊക്കേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. എങ്ങനെ അപ്പോൾ ആ ഒരു സന്തോഷകരമായ ഒരു ജീവിതം, അവിടുന്ന് ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി, അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യും? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഇവിടെ ഞങ്ങൾ നമ്മുടെ അച്ഛനെയും കൂടെ അല്ലായിരുന്നു. ഈവൻ ഇങ്ങനെ വെക്കേഷനിൽ പോയിട്ട് വരും എന്നുള്ളതല്ലാതെ. പിന്നെ ഞാനൊരു 6th പഠിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ലൈഫായിരുന്നു. ഇടയിൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ ബിസിനസ് കുറേ ചെയ്ത് ഫുള്ളി ഞങ്ങളൊരു ഫിനാൻഷ്യൽ ഭയങ്കരമായിട്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചായക്കടയായിരുന്നു ബോംബെയിൽ, സ്വന്തമായിട്ടൊരു കടയായിരുന്നു. സോ വളരെ നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് വേറെ കുറേ ബിസിനസ്സൊക്കെ ചെയ്യാമെന്ന് കരുതി ചെയ്ത് അതെല്ലാം ഫുള്ളി ഫിനാൻഷ്യലി വളരെ ക്രൈസിസിലേക്ക് പോയി. ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ അച്ഛൻ തട്ടുകട അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറേണ്ടി വന്നു. ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ കേരളത്തിലേക്ക് തന്നെ? തീർച്ചയായിട്ടും. ഏതൊരു മലയാളി പോലെയും നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ മക്കളുടെ കൂടെ നമ്മുടെ ബന്ധുക്കളുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് തന്നെയാണ്. കുറേ വർഷമായി അവിടെ. സോ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്തു. ഇവിടെയും ചായക്കട ബിസിനസ് തന്നെ ആയിരുന്നു? അല്ല, വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ പലചരക്ക് കട. കാരണം അത് അടുത്തായിരുന്നു. ഒത്തിരി വർഷമായില്ലേ നേരത്തെ എണീക്കലും വൈകി കിടക്കലൊക്കെ പറഞ്ഞ് ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയതാണ്. അത് പക്ഷെ കയ്യിൽ നിന്ന് പോയി. ആൾക്ക് ചെയ്യാനറിയാതെ ഒത്തിരി ഫിനാൻഷ്യൽ ലോസ് വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷമാണ് തട്ടുകടയിലേക്ക് തിരിയുന്നത്. അതെ, പിന്നീട് അങ്ങനെ അവിടെ റോഡ് സൈഡിൽ തന്നെ തട്ടുകടയിട്ട് പിന്നെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പാലക്കാട് തന്നെ. പിന്നീട് എങ്ങനെയാണ്? പിന്നീട് അച്ഛന് ഹാർട്ട് അറ്റാക്കാണ് ആദ്യം വരുന്നത്. സർജറി അത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സർജറി ചെയ്യേണ്ടി വന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി പലിശയ്ക്ക് പൈസ കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആ സർജറിയൊക്കെ നടത്തിയത്. പിന്നെ 5 മാസം കുഴപ്പമില്ലാതെ അച്ഛൻ പോയിക്കൊണ്ടിരുന്നു. ചായക്കട അമ്മ ഏറ്റെടുത്തു. ഞങ്ങളൊക്കെ കൂടെ സഹായിച്ചാൽ അതങ്ങനെ മുന്നോട്ട് പോയി. ഞാനും വർക്കിംഗ് ആയിരുന്നു. ഞാൻ അന്ന് ആ സമയത്ത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഞാൻ PG MCOM കഴിഞ്ഞത്. സോ അക്കൗണ്ടൻറ്റ് ബേസിസ് തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ് 5ാമത്തെ മാസമായപ്പോൾ അച്ഛക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ കൂടി. കണ്ടിന്യൂസ് ചുമ, ആൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. കാരണം കൊണ്ടുപോവുക, ഡിസ്ചാർജ് ആയി വരുന്ന നെക്സ്റ്റ് ഡേ വീണ്ടും വയ്യാണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ഹോസ്പിറ്റലായി. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് പൈസ നമുക്ക്. പിന്നെ ഞങ്ങൾ ഒത്തിരി ഇതേപോലെ തന്നെയാണ്. എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പൈസ കടം വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കും, മാറും, തിരിച്ചു വരും, വീണ്ടും വയ്യാണ്ടാവും.
പിന്നീടാണ് ആ last ടൈമിലൊക്കെ അമ്മ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും അതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അമ്മ ചായക്കട നോക്കണം, അവിടെ പോകണം. ഞങ്ങൾക്കും ജോലിയിൽ നിന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കൊണ്ടാണല്ലോ ബാക്കി കടങ്ങളൊക്കെ വീട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് 2 ബ്രദേഴ്സ് ആണുള്ള. അനിയൻ പഠിക്കുമായിരുന്നു ആ സമയത്ത്, ഏട്ടനും വർക്കിംഗ് ആയിരുന്നു. സോ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തത് അമ്മ തന്നെയായിരുന്നു. എല്ലാം ഞങ്ങളും പോവും അച്ഛൻ്റെ കൂടെ ഇരിക്കുമെങ്കിലും അമ്മയാണ് കട ഉച്ചയാകുമ്പോഴേക്കും അടച്ച്. പെരിന്തൽമണ്ണ EMS അന്ന് അച്ഛനെ കാണിച്ചുകൊണ്ടിരുന്നത്, അവിടെയായിരുന്നു കാണിച്ചത്. പിന്നെ ഇടയ്ക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞ പറയും അച്ഛന് കൂടുതൽ വയ്യാണ്ടായി. പാലക്കാട് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് രക്ഷിക്കാൻ പറ്റില്ല, ഫുള്ളി COPD ആണ്, പൾമണറി ഡിസീസാണ്, ന്യൂമോണിയ ആയിട്ട് മാറി, അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നുള്ളതായിരുന്നു. ബട്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം ഒന്നും നമ്മൾക്ക് അസുഖങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ഡോക്ടേഴ്സ് ഞങ്ങളോട് ഒരിക്കലും ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടെന്നൊന്നും COPD ആണെന്ന് പോലും ഞങ്ങളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ചികിത്സിച്ചിട്ടും. പിന്നെയാണ് മരിച്ചു കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആ റിപ്പോർട്ടൊക്കെ പിന്നീട് തിരിച്ച് കിട്ടിയിട്ടാണ് ഞങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണ് COPD ആണെന്നും ന്യൂമോണിയ ആണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാവുന്നത്. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് 6 ദിവസം, അറിയാലോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു 6 days കിടക്കുമ്പോഴുള്ള ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എപ്പോഴും പൈസ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ പറഞ്ഞു 6th day ആയപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾക്കല്ലേ പറ്റാത്ത. അപ്പോൾ ഞങ്ങളോട് കുറേ അഭിപ്രായം വരുമല്ലോ, ഈ ഡോക്ടറെ കാണിക്കുക, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. അന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ഇതില്ലായിരുന്നു. സോ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പക്ഷെ അന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടനെ ഡോക്ടർ ജസ്റ്റ് പൾസ് നോക്കുമ്പോൾ തന്നെ അച്ഛൻ ആ ഞങ്ങളുടെ മുന്നിലാണ് അച്ഛൻ മരിക്കുന്നത്. പോകുന്ന സമയത്തൊക്കെ അച്ഛന് ബോധം ഉണ്ടായിരുന്നല്ലോ? ബോധം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ICU കയറുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കുറച്ച് നേരമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് ആ ആംബുലൻസിൽ കയറ്റിയപ്പോഴാണ് എൻ്റെ അച്ഛൻ ലീനായി. അപ്പോഴാണ് നമ്മൾ ആ റിപ്പോർട്ടൊക്കെ പിന്നെ നോക്കുമ്പോഴാണ് അച്ഛൻ 30 kg പോയി. കാരണം അത്രയും ന്യൂമോണിയ അത്രയും ബാധിച്ചായിരുന്നു. COPD തന്നെയാണ്, പൾമണറി ഡിസീസ് വരുമ്പോൾ ഒബിയസ്ലി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അറിയാലോ, ലാസ്റ്റ് ന്യൂമോണിയ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് ആ ആംബുലൻസിലുള്ള ഓരോ മൊമെന്റും അതിന് മുന്നേയും നമ്മളിങ്ങനെ മാസ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അച്ഛനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി അച്ഛനൊന്ന് ട്രൈ ചെയ്യുക, അച്ഛനെ വലിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ICUയിൽ കിടക്കും അച്ഛന് 2 ഹാൻഡിലും കഫ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കാരണം ആളിത് മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കുക, ജീവിച്ച് കൊതി തീർന്നില്ല എന്നുള്ളൊരു. മുന്നേയൊക്കെ ഈ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് മതിയായി ജീവിതം എന്നൊക്കെ പറയുമെങ്കിലും ആ മൊമെൻറ്റിൽ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ജീവിക്കണമെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തെങ്കിലും ബാക്കി നമ്മുടെ കയ്യിലല്ലല്ലോ. അച്ഛൻ പോയതിനു ശേഷം പിന്നെ എങ്ങനെയായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ? നിങ്ങൾക്ക് അമ്മ സുചിത്രയ്ക്കാണെങ്കിലും ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ അറിയാലോ, നമ്മുടെ ഒരു ഹിന്ദു ഇത് പ്രകാരം 15 ദിവസമാണ് നമുക്ക് ചടങ്ങും കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് തിരിച്ച് കയറേണ്ടി വന്നു. അന്ന് ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 15th ഡേ കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ പോകുമ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരുക, കാരണം ഇത്രയും പബ്ലിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കരയാൻ പറ്റില്ലല്ലോ. അതൊരു പ്രൈവറ്റ് ഫേമാണ്, അവർക്ക് കുറേ ദിവസമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു 2 ദിവസം ഞാൻ പോയായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഒരു ഫേസിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവരോട് ഒത്തിരി കടപ്പാടുണ്ടായിരുന്നു, കാരണം അവർ നമ്മളെ ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫ്, അവർ ബാക്കി കൊളീഗ്സും എല്ലാവരും. സോ പക്ഷെ എനിക്ക് അവിടെ ഓണറോട് പറയേണ്ടി വന്നു, എനിക്കിത് പറ്റുന്നില്ല, ഒട്ടും പറ്റാത്തതുകൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഈ ഓർമ്മകളും അയ്യോ ഇങ്ങനെ അങ്ങനെ എത്ര പെട്ടെന്ന് അച്ഛൻ പോയി, അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല മരിക്കുന്നൊന്നും. വയ്യ റെഡിയാവും എന്നല്ലേ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത്. പിന്നെ അന്നും ഞാനും വളരെ ചെറിയ 14 വയസ്സേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇതൊന്നുമില്ല, നമുക്ക് അത്രയും അറിവുകളൊന്നും അസുഖത്തെക്കുറിച്ച് ഇത് എന്താണെന്നൊന്നും അറിയുമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നു. പക്ഷെ അമ്മ ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ, പ്രത്യേകിച്ച് ഭക്ഷണം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട്. പക്ഷെ ഈ ബാധ്യതകൾ അത്രയും ലക്ഷങ്ങളുടെ ബാധ്യതയായിരുന്നു. അമ്മ 15 കഴിഞ്ഞ് 30th 30ാമത്തെ ഒരു മാസം കഴിഞ്ഞവരെ അമ്മ ചായക്കട വീണ്ടും തട്ടുകട വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജോലിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക്. ഞാനൊരു 6 months എടുത്തു. ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് 6 months എടുത്തു. പിന്നെ ഞാൻ ജോലിക്ക് പോയി മെല്ലെ. അപ്പോഴും ഇതാണ് ഡിപ്രഷനൊക്കെ ഒരു 1.5 years ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ ഞങ്ങളെ നോക്കിയ ആളാണ്.
അറിയാലോ നമ്മുടെ അച്ഛൻ നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബ്രദേഴ്സ് വരുമ്പോൾ അവർ പുറത്തിറങ്ങാൻ പിള്ളേരല്ലേ, അവർക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ. പക്ഷെ നമുക്ക് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഒക്കെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാധ്യത ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അറിയാം ചെയ്തേ പറ്റുള്ളൂ, ഇനി നമുക്ക് രക്ഷയില്ല. കാരണം കടം വാങ്ങിച്ച ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഒബിയസ്ലി അങ്ങനെ എൻ്റെ പേരിൽ തന്നെ അന്ന് ഒരു 4 lakhs-ഓളം ഞാൻ എൻ്റെ സർക്കിളിൽ നിന്ന് കടമായിട്ട് വാങ്ങിച്ച അത്രയും പൈസ ഉണ്ടായിരുന്നു, അത്രയും എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും തോന്നിയില്ലേ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചിന്ത വന്നില്ലേ? എന്താണ് അത് ഓവർകം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വഴി? അന്ന് ആ സമയത്ത് ഓവർകം ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, നമ്മള് ടൈം ഹീൽസ് ഒന്നുമില്ല, സമയം നമ്മളെ ഹീലൊന്നും ചെയ്യില്ല. പക്ഷെ ഒരിക്കലും നമുക്ക് നിരന്തരം ഇരുന്ന് കരയാൻ പറ്റില്ല. വിഷമം വരും, കരഞ്ഞ് കണ്ണ് തുടച്ച് പോകാനായിട്ട് നമ്മൾ ഒബിയസ്ലി പഠിച്ചായിരുന്നു. അന്ന് ആ ഒരു വേറെ പോകാൻ വഴിയൊന്നുമില്ല. ജോലിക്ക് പോകുന്നു, വരുന്നു, നമ്മുടെ അച്ഛൻ്റെ കാര്യം പറയുന്നു. പിന്നെ മെല്ലെ 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 പെറ്റിനെ വാങ്ങിച്ചായിരുന്നു. പെറ്റിനെ ഞങ്ങൾക്ക് ഒരാൾ തന്നായിരുന്നു, ഒരു ലാബിനെ. സോ അത് കുറച്ച് ഹീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാജുവലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി നമുക്കിത് ഇനി ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് ഇല്ല എന്നുള്ളത്. പിന്നെ ജോലി തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇപ്പോഴും ആ വേദനയൊന്നും നമുക്കൊരിക്കലും മാറില്ല. ബട്ട് നമ്മളെ ജീവിതം നമ്മളെ പഠിപ്പിക്കുമല്ലോ കുറെ. സോ അങ്ങനെ. പിന്നെ ഈ യോഗയിലേക്ക് തിരിയുന്നത് എങ്ങനെയാണ്? ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു? യോഗയിലേക്ക് 2014 അച്ഛൻ മരിക്കുന്നത്. ആ സമയത്താണ് എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് അവൻ പോയി. അവന് ഭയങ്കര മാറ്റം. അവൻ എന്ത് കോഴ്സായിരുന്നു? യോഗയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു കോഴ്സ് ചെയ്യുന്നു. സോ അനിയൻ ഒത്തിരി മാറ്റം കണ്ടപ്പോൾ കൊള്ളാലോ, ഇവൻ രാവിലെ എണീക്കുന്നു, യോഗ ചെയ്യുന്നു, വീട്ടിൽ അറിയാലോ ആമ്പിള്ളേർ എന്നെക്കാളും 5 വയസ്സിന് ഇളയതാണ്. ആ പ്രായത്തിൽ അവൻ ഇത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണു. അപ്പം ഭംഗിയായി കുറച്ചുകൂടെ അവൻ്റെ ലൈഫ് ഒരു മാറ്റം കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും പോയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാനത് ആ കോഴ്സ് ചെയ്യുന്നത്. ഭയങ്കര മാറ്റമായിരുന്നു. ഒരു 3 days പ്രോഗ്രാം നമ്മുടെ ലൈഫിൽ ഒത്തിരി പെട്ടെന്ന് എൻ്റെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ലൈറ്റായി, നമ്മൾ മെന്റലി ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്ത്. പിന്നെയാണ് അവിടുന്ന് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു, അറിയാലോ നമ്മൾ മടി വരും, ചെയ്യാതെയാവും. പിന്നെ വീണ്ടും ഇതേപോലുള്ള സ്ട്രെസ് ഹിറ്റ് ചെയ്തപ്പോൾ അവരുടെ തന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം 7 days ചെയ്തായിരുന്നു. ആ സമയത്ത് 2015 ആയപ്പോഴേക്കും 15 ആയപ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകേണ്ടി ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ യോഗ പഠിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ആ രീതിയിലേക്ക് ആയത് എങ്ങനെയാണ്? 2015 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 2016 ആയപ്പോൾ മനസ്സിലായി ഇത് നമുക്ക് എന്തോ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അതായത് ആരെങ്കിലും കേൾക്കാനിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയുമല്ലോ. പക്ഷെ അതൊക്കെ നൈമിഷികമാണ്, കുറച്ച് മൊമെന്റ് കൊണ്ട് വീണ്ടും നമ്മൾ അതേ സ്റ്റേജിലേക്ക് പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്ക് നമ്മളേ ഉള്ളൂ, വി ക്യാൻ ഹീൽ, നമുക്ക് സ്വയം മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒത്തിരി ഈ ഒരു 1 hour ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ദിവസം ഫുള്ളി ഹാപ്പി ആയിരിക്കും. പിന്നെ അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ വീണ്ടും ചെയ്യുമ്പോൾ അടുത്ത ദിവസം ഭയങ്കര എനർജറ്റിക് ആണ്. എന്തൊക്കെയോ, അതായത് ലൈഫിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തി യോഗയിലേക്ക് വന്നപ്പോൾ. 2016 ആയപ്പോൾ ഇങ്ങനെ കോഴ്സുകളെ കുറിച്ച് ഇങ്ങനെ അറിയാൻ തുടങ്ങിയായിരുന്നു. സോ വൈ നോട്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു 1 month ബ്രേക്ക് എടുത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി കോഴ്സ് ചെയ്യുക ചെയ്ത് ബാംഗ്ലൂർ യോഗയുടെ യൂണിവേഴ്സിറ്റിയിൽ SVRC പോയി ഞാൻ കോഴ്സ് ചെയ്യുന്നു. കോഴ്സ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും അന്നും ഈ പറഞ്ഞ പോലെ ആ കോഴ്സ് ചെയ്യാനുള്ള പേയ്മെന്റ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇതേപോലെ നമ്മൾ കടം വാങ്ങിക്കുന്നു, പോകുന്നു, കോഴ്സ് ചെയ്യുന്നു. തിരിച്ചു വന്നാൽ എനിക്ക് യോഗയുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വാങ്ങിച്ച ഈ ഒരു പേയ്മെന്റിനെ വീണ്ടും ബാധ്യതയാവുമല്ലേ. സോ യോഗയുടെ ജോലിക്ക് നോക്കിയിരിക്കാനുള്ള എനിക്ക് ടൈമില്ല. അറിയാലോ അന്ന് ഒരു 2015 യോഗ ഇത്രയും പോപ്പുലർ ഒന്നും അല്ല. അങ്ങനെ ഒരു ഇതൊരു നമുക്കൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്നുള്ള ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ യോഗ പ്രൊഫഷനാക്കി എടുക്കാന്ന് പറഞ്ഞ് പോയി കോഴ്സ് ചെയ്ത ആളുമല്ല, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തത് അക്കൗണ്ടന്റ് ആയിട്ട് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ആ ഒരു സമയം തെളിഞ്ഞതാവാം. ആ സമയത്താണ് പാലക്കാട് തന്നെ ഹോമിയോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. എനിക്ക് 3rd ചാൻസാണ് കിട്ടിയത്. 2 പേർക്ക് എന്തോ ആ ജോലിയിൽ കയറാൻ പറ്റിയില്ല, അവർക്ക് ദൂര പ്രശ്നം കൊണ്ട്. 3rd ആയിട്ട് കയറിയത് ഞാനായിരുന്നു. ഈ അക്കൗണ്ടന്റിന്റെ ജോലി കളഞ്ഞിട്ട് യോഗയിലേക്ക് ഫുൾ തിരിയുന്നതിന് മുന്നേ സ്വന്തമായിട്ടാണല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഹൗസിംഗ് കോളനിയിൽ നോട്ടീസ് അടിച്ചു കൊടുക്കല്, പിന്നെ പോസ്റ്റർ കവലയില് പോസ്റ്റർ ഒട്ടിക്കല്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. അതെ, അങ്ങനെ ആ സമയത്ത് ഹോമിയോയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ഉച്ചവരെ നമുക്ക് അവിടെ വർക്കുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്.
ഞാൻ അക്കൗണ്ടന്റ് ഓൾറെഡി ജോബ് നിർത്തുകയും ചെയ്തു. ദെൻ ഐ സ്റ്റാർട്ടഡ് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിയാൽ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നോട്ടീസ് അടിച്ച് വീടുകൾ തോറും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ അവിടെ നിന്ന് ഒരു 10 പേര് നമുക്ക് ഒരു ഹൗസിംഗ് കോളനിയിൽ നിന്ന് അവിടെ ഒരു ആൻറ്റിയുടെ വീട്ടിൻ്റെ ടെറസിൽ നമുക്ക് അവരങ്ങനെ അവർക്ക് നമുക്ക് ഇങ്ങനെ സ്പേസ് തരാൻ അവർക്ക് തോന്നി എന്നുള്ളതാണ്. അവരങ്ങനെ റെൻ്റായിട്ടൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഞാനൊരു ടോക്കൺ എമൗണ്ട് ആയിട്ട് എല്ലാ മാസം ചെറിയൊരു എമൗണ്ട് ഞാൻ അന്ന് എനിക്ക് സാധിക്കുന്നത് അവർ കൊടുത്ത് അവിടെ ഞാനൊരു 6 മന്ത്സോളം ഞാൻ ക്ലാസ് എടുത്തു. എനിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ പഠിക്കുന്ന പോലെയല്ല ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഒരു ഇത് വന്നു. അതിനുശേഷമാണ് ഹോമിയോ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത്? അല്ലല്ല, ഹോമിയോ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടുമായിട്ട് കോപ്പപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോയായിരുന്നു. അപ്പൊ ആ സമയത്ത് തോന്നിയിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇതാണ് എൻ്റെ ജീവിത മാർഗം എന്ന് തോന്നിയിരുന്നല്ലേ? അല്ല, അന്ന് അപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബിക്കോസ് പാലക്കാട് പറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്കൊരു ഫീ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ഒരു എമൗണ്ടിനപ്പുറം നമുക്ക് തരില്ല അവർ. ഓക്കെ, അവർ ബാർഗെയിൻ ചെയ്ത്, കാരണം അവർക്ക് യോഗയെക്കുറിച്ച് ധാരണയില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഈ ഹോമിയോയുടെ ഒരു പേയ്മെന്റ് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ദെൻ അവിടുന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഗൾഫിലേക്ക് എനിക്ക് വേക്കൻസി, അതും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. അത് അവിടെ യോഗ ട്രെയിനറായിട്ട് യോഗ ട്രെയിനറായിട്ട് കുഴപ്പമില്ലല്ലോ. ഗൾഫ് പോലെ ഒരു സിറ്റിയിൽ നമുക്ക് ആസ് എ ഫ്രഷർ നമുക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തു. ജോലി കിട്ടിയത് അത് ഇത് പറഞ്ഞ പോലെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയാണ്. നമ്മൾ എൻ്റെ വേറെ 2 ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇതിങ്ങനെ എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്, ആ കുട്ടിയോട് താല്പര്യമുണ്ടോ ചോദിക്കുമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാനത് വിത്തിൻ 1 വീക്ക് ആയിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ഞാൻ ഇവിടെ എല്ലാവരോടും ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ദെൻ ഇവിടെ ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ഞാൻ വേറൊരു ട്രെയിനറെ റെഡിയാക്കി കൊടുത്ത് ഞാൻ തിരിച്ചങ്ങോട്ട് പോകുമായിരുന്നു, ഗൾഫിലേക്ക് പോയായിരുന്നു. അവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? അവിടുത്തെ ലൈഫ് ഇല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വളരെ മോശം സമയമായിരുന്നു ആ കാലഘട്ടം മുഴുവൻ. അതായത് ഇത്രയും എഫേർട്ട് എടുക്കണം ഓരോ കാര്യങ്ങൾക്കെന്ന് എൻ്റെ ഉള്ളിൽ ഇത്രയും എനിക്ക് പറ്റും എന്നുള്ളതും ഞാൻ റിയലൈസ് ചെയ്ത കുറേ സന്ദർഭങ്ങളായിരുന്നു അതൊക്കെ. കാരണം എന്ത് തൊട്ടാലും ഒന്ന് ഈസി ആയിട്ട് എൻ്റെ നടന്നിട്ടില്ല, സ്റ്റിൽ അങ്ങനെയാണ്. ഒന്ന് എളുപ്പത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യം ചിലർക്ക് അങ്ങനെയല്ലേ, ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുക. എനിക്ക് അങ്ങനെയല്ല, എന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിലൂടെയൊക്കെ എൻ്റെ ജീവിതം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോയിട്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. ഞാനൊരു സ്റ്റാഫേ ഉള്ളൂ. ഭയങ്കര മെൻ്റലി നമ്മളെ ഒത്തിരി അവർ ഹറാസ് ചെയ്തിട്ടുണ്ട്. ആസ് എ ലേഡി, ആസ് എ സിംഗിൾ, വളരെ ചെറുതാണ് അന്ന് എനിക്ക് പ്രായപ്പോഴേക്കും എനിക്കൊരു 27 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബോസി എന്നുള്ളൊരു സാധനം നമ്മളെ ഭയങ്കരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. സോ എനിക്ക് അവിടെ നിന്ന് നിൽക്കാനേ തോന്നിയില്ല. പിന്നെ അവരായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ശരി എന്നാ പറ്റുന്നില്ലെങ്കിൽ പൊയ്ക്കോ എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ചു വന്നു. അവിടെയും ഈ പറഞ്ഞ ഒരു 6-7 മന്ത്സ് ആണ് എനിക്ക് സാലറി കാര്യങ്ങളൊന്നും തന്നില്ല. അല്ല, അത് അവിടെ ആയിരുന്നില്ല. അത് എനിക്ക് സാലറി കൃത്യമായിട്ട് എല്ലാ മാസവും കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു സ്റ്റാഫേ ഉള്ളൂ, അവർക്ക് അങ്ങനെ എനിക്ക് മാത്രമായിട്ട് സാലറി തരാതിരിക്കേണ്ട പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്താണ് വീണ്ടും എനിക്ക് ഖത്തറിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. എറണാകുളത്തുള്ള ഒരു സാറുടെ ഒരു ഇതിൽ എനിക്ക് വരുന്നു. സോ എറണാകുളത്ത് 1 മന്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, കാരണം അവരുടെ രീതിക്ക് തന്നെ അവിടെ ക്ലാസ് എടുക്കണം എന്നുള്ള രീതി കൊണ്ട്. ദെൻ ഐ വെന്റ് ടു ഖത്തർ 2017-18 ആ സമയത്ത് അവിടെ പോയപ്പോൾ തന്നെ അവിടെ ഒത്തിരി സ്റ്റാഫുണ്ട്, ഒരുപാട് ലേഡി സ്റ്റാഫുണ്ട്. ഐ മീൻ എല്ലാവരും ട്രെയിനേഴ്സാണ്. അതൊരു വലിയൊരു സംരംഭമായിരുന്നു. അവർക്ക് ഖത്തറിൽ തന്നെ പല ഭാഗത്തും ഓഫീസസ് ഉണ്ടായിരുന്നു, ഒത്തിരി യോഗ സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ശരിയായ സ്ഥലത്തല്ല വന്നിരിക്കണേ എന്നുള്ളത്. കാരണം പോകുമ്പോൾ തന്നെ അവിടെയുള്ള ബാക്കി സ്റ്റാഫ്സ് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ, കാരണം വേറെ പ്രോബ്ലം അല്ല, മലയാളികളുടെ സ്ഥാപനമായിരുന്നു. ശമ്പളം എന്ന് പറഞ്ഞത് മര്യാദയ്ക്ക് തരാറില്ല എന്നുള്ളത്, പെട്ടുപോയല്ലോ എന്നുള്ളത്. പിന്നെ മനസ്സിലാക്കിയത് നമുക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകണ പോലെ അവർ കൊണ്ടുപോകും, അവർ റൂമിൽ കൊണ്ടുവിടും. ഞാൻ 2 പ്രാവശ്യം ഗൾഫിൽ പോയിട്ടും ഞാൻ ഗൾഫ് കണ്ടിട്ടില്ല. ഇപ്പോഴും എനിക്ക് വലിയൊരു വിഷമം അത്, ഞാൻ ഗൾഫ് കണ്ടിട്ടില്ല. ഇവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ പോകുന്നല്ല, നമുക്ക് എന്നുള്ളൊരു മേ ബി അവിടുത്തെ ഒരു കൺട്രിയുടേതാണോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ഥാപനത്തിൻ്റെതാണ്. ബട്ട് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഞാൻ ഇവിടെ അത്രയും സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന ഒരാള്, നാട്ടിലാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ഇച്ചിരി കുറവ്, പക്ഷെ നേരെ തിരിച്ചായിരുന്നു. അവിടെ എനിക്ക് അങ്ങനെ പുറമെ ആ ഒരു രാജ്യം കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്.
പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ എഗെയിൻ എനിക്കും ആ സാലറി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. എനിക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ബാധ്യതയോടുകൂടി ഇത് മാറ്റാനാണല്ലോ നമ്മൾ അങ്ങോട്ട് വലിയൊരു ഇത്രയും ശമ്പളം ഇവിടത്തേക്കാൾ എന്തായാലും ശമ്പളം കൂടുതലായിരിക്കും പറഞ്ഞു. ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ഫസ്റ്റ് മന്ത് സാലറി എനിക്ക് അയാളുടെ പിന്നാലെ നടന്നിട്ടാണ് വാങ്ങിക്കേണ്ടി വന്നത്. കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ശമ്പളം ആ മാസത്തെ തന്നു, വളരെ വൈകിയാണെങ്കിലും തന്നു. പിന്നീട് എവറി മന്ത് ഇതായപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും. എൻ്റെ ഭാഗത്ത് ശരിയെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. ബാക്കിയുള്ളവരൊന്നും ഇത് ചോദ്യം ചെയ്യാറില്ല. അവിടെ ആമ്പിള്ളേരുണ്ട് എന്നിട്ട് പോലും ബിക്കോസ് അവർക്കും റീസൺസ് ഉണ്ട്. കാരണം അവരും ഈ പറഞ്ഞ പോലെ ഈ ജോലി പോയാൽ അവർക്കും കുറേ ലോണ് കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ട്. സോ ജോലി പോയി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം മേ ബി അവരൊന്നും റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാ മാസവും ഞങ്ങൾ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കണോ ശമ്പളത്തിൻ്റെ പേരിൽ എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം, എൻ്റെ മുഴുവൻ ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞു. ഒരു 3-4 മന്ത്സിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല അവർ അങ്ങനെ ശമ്പളം അപ്പോൾ തരുന്നെന്ന് വിചാരിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ഓഫീസ് വേറെ ആയിരുന്നു, താമസിക്കുന്ന വേറെ. അപ്പോൾ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ടിക്കറ്റ്, ഇന്ന് രാത്രി ഫ്ലൈറ്റാന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല. പക്ഷെ സാലറി നോക്കിയപ്പോൾ ഉണ്ട് സാലറി പകുതിയുള്ളൂ, മുഴുവൻ സാലറി ഇല്ല. അതുമാത്രമല്ല ടിക്കറ്റ് വലിയ ഹ്യൂജ് എമൗണ്ടിൽ അവരന്ന് എടുത്തിരിക്കുന്നത്. അത്രയും ഹ്യൂജ് എമൗണ്ടിൽ എടുക്കാനുള്ള അത്രയും നഷ്ടം. പിന്നെ അവരല്ലേ പറഞ്ഞു വിടുന്നത്. സോ ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി എൻ്റെ ടിക്കറ്റ് കൂടെ. കാരണം വരുമ്പോഴുള്ള ടിക്കറ്റും എക്സ്പെൻസും ഒക്കെ അവരാണ് എടുത്തത്. സോ അവർക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പക്ഷെ അതില്ല. അപ്പോൾ എന്നെ അവർ ഭയങ്കരമായിട്ട് ആ ഒരു ആസ് എ ലേഡി എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഈഗോയിനെ ഹേർട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ. നീ ഒരു വെറും പെണ്ണ, നീ പുറം ലോകം കാണില്ല, ഇന്ന് നീ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടുന്ന് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്ത് ചെയ്യും എന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ ഇറങ്ങി. ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്നു. അപ്പോൾ ഇവർക്ക് പേടിയായി. കാരണം നമ്മുടെ അടുത്ത നാട്ടിൽ പോലെ ഒരു പെൺകുട്ടി വെറുതെ ഒറ്റയ്ക്ക് നിൽക്കണു. ഇത്രയും നേരം ഞാൻ ഒത്തിരി മണിക്കൂർ പുറത്ത് തന്നെ നിന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കാരണം എനിക്ക് ശമ്പളം കിട്ടാതെ ഞാൻ പോവില്ല. കാരണം അതെൻ്റെ ഞാൻ അത്രയും നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്നെ അവിടുന്ന് വണ്ടി കയറി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ബാക്കിൽ നടന്നു. ഞാൻ റോട്ടിലാണ് നിൽക്കുന്നത്, ഈ ഓഫീസിൻ്റെ റോട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ പാസ്പോർട്ടൊക്കെ റൂമിലാണല്ലോ, ഇവരുടെ റൂമിൻ്റെ ഫ്രണ്ടിലും വന്ന് നിന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മര്യാദയ്ക്ക് കയറിക്കോ അല്ലെങ്കിൽ എൻ്റെ പേർക്ക് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ പോയി. ഞാൻ റൂമിൽ കയറി എൻ്റെ പാസ്പോർട്ടും പെട്ടിയെടുത്ത് ഞാൻ ഇറങ്ങി. എന്തെന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ശമ്പളം കിട്ടാൻ ഞാൻ പോവില്ല. സോ എൻ്റെ ധാരണ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അത് എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. ഫൈലാണെങ്കിൽ 5 പൈസ ഇല്ല. ഞാൻ ഈ ശമ്പളം തിരിച്ച് വാങ്ങിച്ചില്ല, മുഴുവൻ തന്നിട്ടേ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ നിന്ന് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. സോ എൻ്റെ ഒരു ഫ്രണ്ടിനെ 1-2 പേരെ വിളിച്ചു. അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഖത്തറിൽ എത്തിയെങ്കിലും ഞാൻ ഇവർ എവിടെയാണെന്നോ ഇവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടോ ഇവരെ കണ്ടിട്ടോ ഒന്നുമില്ല ഇതുവരെ. അപ്പോൾ അവരെ വിളിച്ച് എല്ലാവരും ഓഫീസിലാണ്, എത്താൻ പറ്റിയില്ലല്ലോ സൂചി തന്നു. പിന്നെ ഒരാൾ എനിക്ക് പൈസ ഇട്ട് തന്ന് ഞാൻ ആ ഒരു ടാക്സിക്കുള്ള പേയ്മെൻ്റ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള. ഞാൻ ഈ വെട്ടിയും കണ്ട് പോയിരിക്കുമോ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പറഞ്ഞു ഇവിടെ ആ കംപ്ലൈൻ്റ് ഒന്നും എടുക്കില്ല, നിങ്ങൾ നമ്മളെ ജോബ്സ് എന്താ പറയുക അതിന് ജോബിൻ്റെ ഇതുണ്ടല്ലോ അവിടെ തന്നെ പോയി നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. അന്നാണെങ്കിൽ റംദാൻ ടൈമാണ്, നോമ്പ് ടൈമാണ്. ഓക്കെ, അപ്പോൾ അതായത് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുന്ന നെക്സ്റ്റ് ഡേ കഴിഞ്ഞാൽ എല്ലാം ക്ലോസ്ഡ് ആണ്. ഈവൻ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവിടെ ക്ലോസ് ചെയ്യും. സോ എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ട് അവർ പേടിക്കുമല്ലോ, കാരണം അവർക്കും അറിയില്ല ഇത് ഏതാ സ്ഥലം എന്താ സ്ഥലം എന്നൊന്നും അറിയില്ല. അതന്നെ ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കംപ്ലൈൻ്റ് ഒന്ന് ചെയ്ത് നോക്കൂ എന്നും പറഞ്ഞു. അവിടുന്ന് ഞാൻ പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവൾ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ബീച്ചിൽ ഞാൻ രാത്രി 8 മണി വരെ ആ പെട്ടിയും തൂക്കി ഞാൻ ഇങ്ങനെ ഇരിപ്പായിരുന്നു ഈ പയ്യൻ വരുന്ന വരെ. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്നെ ആ രാത്രി ഒരു ദിവസം താമസിക്കാൻ. എല്ലാവരും ചെറിയൊരു സ്പേസിലാണ് ജീവിക്കുന്നത്. ഗൾഫിൻ്റെ അങ്ങനെ സുഖജീവിതമൊന്നും അല്ല അവരൊന്നും. ആ സ്പേസിൽ എന്നിട്ട് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് കാറിൽ കിടക്കുകയും അന്നാണ് ആ രാത്രി ഞാൻ ആ ചേച്ചി അത്രയേ ഉള്ളൂ സ്പേസ്. ആ രാത്രി കഴിഞ്ഞ് ആ ചേട്ടൻ എന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എന്നെ പകുതി വഴി കൊണ്ടുവിട്ടു. കാരണം അവർക്കും ഇങ്ങനെ ഓഫീസിലേക്ക് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ അന്ന് റംദാൻ ഇതൊക്കെ ക്ലോസിങ്ങാണ്. സോ അവിടെ എത്തി ഇത്രയും വലിയ ക്യൂ. എനിക്കാണെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ടിക്കറ്റ് കാരണം വെച്ചാൽ എൻ്റെ വിസ ഇവർ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ രാത്രി കഴിഞ്ഞ് ഇനി നിൽക്കാൻ പറ്റില്ല. ഇനി 10 ദിവസത്തേക്ക് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അകത്താവും. സോ ഈ കൂടെയുള്ള എൻ്റെ അനിയൻ പറഞ്ഞിട്ട് വന്ന പയ്യൻ എൻ്റെ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി തന്നു അവൻ കൂടെ വന്നിട്ട്.
അങ്ങനെ ഞാൻ അവിടെ പോയി ഇത്രയും ക്യൂവിൽ വന്നപ്പോൾ ഇടയിൽ ഞാൻ കയറിയിട്ട് പറഞ്ഞു ഷുവർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ നമ്പർ താന്ന് പറഞ്ഞു, ഓണറെ വിളിച്ചു. ഈ സമയങ്ങളിലൊക്കെയും ഈ ഓണർ എന്നെ വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നീ ഇവിടുന്ന് മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കും, മര്യാദയ്ക്ക് തിരിച്ചു വന്നോ, എനിക്ക് പ്രശ്നം ഉണ്ടാവും, നീ ജയിലിൽ കിടക്കേണ്ടെന്ന് വരും. ആലോചിച്ച് നോക്കൂ, ഐ ആം ഓൺലി 28. ആ സമയത്ത് ഞാൻ 18 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ഇത്രയും ഹറാസ് ചെയ്ത ആള്, അതും ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊരു സാധനത്തിലാണ് ഞാൻ നിന്ന്. ദെൻ അവിടെ പോയി പരാതി കൊടുത്തപ്പോൾ അവരപ്പത്തന്നെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു. പക്ഷെ അവരത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ എന്താന്ന് എവിടെ പോയി എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. സോ അവർ കോൾ എടുത്ത് പറയാൻ അയാൾ പേടിച്ചു. ഇല്ല സാർ പ്രോബ്ലം ഒന്നുമില്ല, ശമ്പളം കൊടുക്കുന്നോ വരണോന്ന് ഞാൻ ഒരു അറബി ആയിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കൊടുത്തേക്കാന്നും പറഞ്ഞ്. എന്നിട്ടും പേടി എനിക്ക്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ വീണ്ടും ശമ്പളം, കാരണം ഇനി എനിക്ക് സമയമില്ല, ഫ്ലൈറ്റിൻ്റെ ടൈമായി വൈകുന്നേരം. സോ ഇനി വീണ്ടും പോയിട്ട് ഇതുപോലെ ശമ്പളം തരാതിരുന്നാലോ, എന്നെ എന്തെങ്കിലും ചെയ്താലോ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു തലേദിവസം ഒരു ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. അവരൊരു ഫ്രണ്ടിനെ എൻ്റെ കൂടെ വിട്ടു. അപ്പോൾ ആയിട്ട് പറഞ്ഞു നീ ക്യാമറ ഇങ്ങനെ വെച്ചോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാലോ എന്ന് പറഞ്ഞു. പക്ഷെ ഓഫീസർ എന്നുള്ള രീതിയിലാണ് ഈ ചേട്ടൻ വരുന്നത്. സോ പോയി എനിക്ക് ശമ്പളം മുഴുവൻ തന്നു, ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് തന്നു, എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ അയാൾക്ക് ഒരു നടുവിരൽ നമസ്കാരം ഞാൻ അവിടെ അയാൾക്ക് ഓണർക്ക് ഞാനൊരു ഫോട്ടോ ആയിട്ടിട്ടു. അപ്പോഴയാൾ വീണ്ടും എന്നെ ഭീഷണിപ്പെട്ടു, നീ കൊച്ചി എത്തുമ്പോൾ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് പേടിച്ചു. എനിക്ക് അനിയനെ അപ്പോഴേക്കും എൻ്റെ മൊബൈലൊക്കെ ഓഫായിരുന്നു, കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല അനിയൻ വരുമോ വരില്ലേ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എയർപോർട്ടിലെത്തി അവിടുത്തെ ഒരാളുടെ ഫോണിൽ നിന്ന് ഞാൻ അനിയൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നീ പുറത്തു പോവാ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം. അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ ഗൾഫ് ജീവിതം ഭയങ്കര എന്നെ കരയിച്ച ജീവിതങ്ങളായിരുന്നു 2 തവണ പോയിട്ടും. പിന്നെ ഒരുപാട് സ്റ്റിൽ അതിൻ്റെ ഒരു ട്രോമ എനിക്കുണ്ട്. ഇനി ഇവിടെ പോകണം എന്ന് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും? പോവും ഞാൻ. എനിക്ക് അതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഗൾഫ് ഞാൻ ചൂസ് ചെയ്യാത്തത്. പക്ഷെ ഇനി യാത്രയ്ക്കായിട്ട് ഞാൻ പോവും തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ കോവിഡ് വന്നു. യെസ്, വന്ന ഉടനെ കോവിഡ് അല്ലായിരുന്നേ, വന്ന ഉടനെ പ്രളയമായിരുന്നു. ഇവിടെ ആ ഫസ്റ്റ് പ്രളയം നടക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കുമാണ് പ്രളയം വരുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, സ്കൂളിൽ യോഗ ടീച്ചർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലക്കാട് തന്നെ ഒരു പ്രൈവറ്റ് ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ ഞാൻ കയറിയപ്പോൾ അത് സെലക്റ്റഡ് ആയി. കാരണം നമുക്ക് ഇത്രയും വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോഴേക്കും ആയല്ലോ. അപ്പോൾ എനിക്ക് ജോബ് കിട്ടി, പോകാൻ തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ പോലെ സാലറി വൈസ് നമുക്ക് മെച്ചപ്പെട്ട സാലറി നമുക്ക് പാലക്കാട് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴേക്കും എനിക്ക് 2-3 സ്കൂൾ ഒരുമിച്ച് വന്നു എനിക്ക്. സോ സ്കൂൾസ് എന്ന് പറയുമ്പോൾ വീക്ക്ലി 2 ഒക്കെ പോയാൽ മതിയല്ലോ. സോ അങ്ങനെ 2 ദിവസം വെച്ചു ഞാൻ 3 സ്കൂൾ എടുത്തപ്പോൾ എനിക്ക് നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് എല്ലാതെ എൻക്വയറി പ്രൈവറ്റ് ക്ലാസ്സിന് വരാൻ തുടങ്ങി. അതും ഒരു മേജർ ഒരു ഇതായിരുന്നു എനിക്ക്. ഞാനൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഓൺലൈനിലേക്കും ഒക്കെ തിരിയാനുണ്ടായിരുന്ന ഒരു റീസൺ കൂടിയായിരുന്നു. പ്രളയം വന്ന സമയത്ത് സ്കൂളൊക്കെ അടച്ചായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോഴാണ് അതിനിടയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയി. അസുഖമൊക്കെ മാറി, പക്ഷെ അവർ ബെഡ് റിഡൻ എന്ന് പറയാൻ പറ്റില്ല, മൂവ്മെന്റ് ഇല്ല, കയ്യിനും കാലിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ്. അങ്ങനെ അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞു യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരെന്നെ വിളിക്കുകയും ഞാൻ അവരുടെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് ഈ പറഞ്ഞ പോലെ വിത്തിൻ 15 days ഹി സ്റ്റാർട്ടഡ് ടു ഈറ്റ്. സ്വന്തം കൈ കൊണ്ട് കഴിക്കാൻ ആ ചേട്ടൻ തുടങ്ങി. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അത് ഒരുപാട് പേര് അറിഞ്ഞു ഇത്രയും മാറ്റം ഒരാൾക്ക് വന്നു യോഗ ചെയ്തിട്ടെന്നുള്ളത്. അവിടെ തൊട്ട് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് യോഗ ചെയ്യാനുള്ള അത് തനിയെ അതൊരു പബ്ലിസിറ്റി ആയി മാറി. സുചിത്രയെ വിളിക്കുക, ഇങ്ങനെ ആ കുട്ടിക്ക് ഇങ്ങനെ കുറേ കേസുകൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ പാരലൈസ്ഡ് ആയി കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒത്തിരി എൻക്വയറി വന്നു. സോ സ്കൂൾ ഇതും കൂടെ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് യാത്രാക്ലേശം വന്നു. കാരണം ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ 2 വീലർ ലോണിലെടുത്ത് വാങ്ങിച്ച് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് കൊറോണ ഹിറ്റ് ചെയ്ത്. എല്ലാവരും ഇരിക്കുന്ന പോലെ നല്ല സുഖമല്ലേ, വീട്ടിലിരിക്കുന്നു, അമ്മ നല്ല കുക്കാണ്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഭയങ്കരമായിട്ട് ബോറടി വരും. ഈ പറഞ്ഞ പോലെ നമുക്ക് തോട്ട് പ്രോസസ് വരും. സോ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വെറുതെ ഇരിക്കൽ നടക്കില്ല എന്ന് മനസ്സിലായി. വീട്ടിലൊക്കെ വളരെ സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ
ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, സുചിത്ര അപ്പോൾ ഞാൻ മോഡലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ആ ഫോട്ടോഷൂട്ട് കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ 1-2 ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റീച്ച് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മേ ബി ചിലർക്കെങ്കിലും അറിയായിരിക്കും, സബിത സാവരിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ബ്ലാക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലമൊക്കെ വന്ന് എൻ്റെ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു. അപ്പോൾ സോ ആ രീതിയിൽ എന്നെ കുറച്ച് ആൾക്കാർക്കെങ്കിലും എൻ്റെ പ്രൊഫൈൽ ഒന്ന് റീച്ചായി വന്നു. സുചിത്ര മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ടെന്ന്. കാരണം ഓൺലൈൻ മീഡിയയിലൊക്കെ ഈ വാർത്ത വന്നതുകൊണ്ട് എന്നെ അറിയാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ യോഗ ട്രെയിനർ എന്നുള്ള രീതിയിൽ വളരെ പരിമിതമായിട്ട് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ആ ലേഡി ചോദിച്ചതാണ്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് വയറ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടിപ്പ് പറഞ്ഞൊരു യോഗയിൽ നിന്ന് പറഞ്ഞു തന്നപ്പോൾ ശരി ഞാൻ വെറുതെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെയാണെങ്കിൽ ഗ്രാമപ്രദേശമാണ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, വൈഫൈ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. ഒരു സ്പേസിൽ വന്നാലേ ഈ ഒരു ഡാറ്റ നമുക്കൊരു വീഡിയോ പോലും സെൻഡ് ആവുള്ളൂ, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. സോ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 ചെങ്കൽക്കിടയിൽ മൊബൈൽ വെച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുത്തു. ഞാൻ അതേ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. സോ ആ വീഡിയോ വിത്തിൻ 1 ഡേ ഭയങ്കരമായിട്ട് റീച്ച് പോയി. കൊള്ളാലോ. സോ ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം ഞാൻ വീണ്ടും വീഡിയോ ഇട്ടപ്പോൾ അതൊരു പ്രോസസ്സ് പോലെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എല്ലാവരും വെറുതെ ഇരിക്കുമല്ലേ, കൊള്ളാമെന്നും പറഞ്ഞ് ആൾക്കാരത് യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് വീഡിയോ അല്ലല്ലോ, നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് ആണ്, അവർ ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. എനിക്ക് ഒത്തിരി മെസ്സേജ് വരാൻ തുടങ്ങി. ദെൻ ഇറ്റ്സ് ഹാബിറ്റ്. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വീഡിയോ, ഞാൻ വളരെ റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഡാറ്റ ഇഷ്യൂസ് ഉണ്ട്, വൈഫൈ ഇല്ല, മൊബൈൽ മേളിൽ വെച്ചിട്ട് വരും, ഇതൊന്ന് സെൻഡ് ആവുന്ന വരെ. തിരിച്ചു വരുമായിരിക്കും മേ ബി മൊബൈൽ ഡാറ്റ, അങ്ങനെ ഒത്തിരി അതും ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് ഇതേപോലെ ഒരു ചേച്ചി ചോദിച്ചു, ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു സുജി, ചെയ്യണമെന്നുണ്ട്, ഭയങ്കരമായിട്ട് ഒബീസായി പോയി, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ മൊബൈൽ ഡാറ്റയിൽ ക്ലാസ് എടുക്കൽ നടക്കില്ല, എൻ്റെ വീട്ടിലെ സൗകര്യമില്ല, വീട്ടിലാണെങ്കിൽ കുഞ്ഞു വീടാണ്, നിന്ന് തിരിയാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഞാനത് വിട്ടു. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ ബോറടിക്കുക വീട്ടിലിരുന്നിരുന്ന്, കൊറോണ അങ്ങനെ നീണ്ടുപോയില്ലേ. ദെൻ ഞാൻ അനിയനോട് ചോദിച്ചു വൈഫൈയുടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊറോണ ആയപ്പോഴേക്കും ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, വെറും 300 രൂപയിലേക്ക് ഞാൻ വീണ്ടും പോയായിരുന്നു, പൈസയൊന്നുമില്ല. പക്ഷെ ബാക്കി ബാധ്യതകളൊക്കെ എനിക്ക് അച്ഛടെ വയ്യാതെ കിടന്നൊക്കെ ഞാൻ തീർത്തായിരുന്നു ആ ഒരു സമയം കൊണ്ട്. വൈഫൈ അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട്, 4000 എന്നൊക്കെ പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അനിയനൊരു 2000 രൂപ ഇട്ടു, ഞാനൊരു 2000 രൂപ വീണ്ടും കടം വാങ്ങിച്ച് ഞാൻ ആ വൈഫൈ വീണ്ടും വൈഫൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. വൈഫൈ വച്ചു, പക്ഷെ സ്ഥലമില്ല വീട്ടിൽ. അതായത് ഒന്ന് കിടക്കാനുള്ള സ്പേസ് വേണ്ട, ആൾക്കാർക്ക് കാണണ്ടേ എന്നെ. അപ്പോൾ വീണ്ടും ഒരു 10 ഡേയ്സ്, എനിക്ക് ഇന്ന് ഓർമ്മ, 10 ഡേയ്സ് ഞാൻ ഈ സങ്കടം പറഞ്ഞിരിക്കും. അമ്മ എന്താ ചെയ്യുക, വൈഫൈ എടുത്തു, ക്ലാസ് എടുക്കാൻ സൗകര്യമില്ല, വീട്ടിൽ വലിയ ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, കാരണം അത്രയും പഴയ വീടാണ്. സോ അമ്മ പറഞ്ഞു കട്ടിൽ അങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ അമ്മ കട്ടിൽ ചെരിച്ച് വെച്ച്, കട്ടിലിങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ കട്ടിൽ ശരിക്കിടും, അല്ലെങ്കിൽ കട്ടിലിങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ തുടങ്ങിയൊരു ഓൺലൈനായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ഈ ഓൺലൈനിൽ എടുക്കേണ്ടതെന്ന്, കാരണം ഇത്രയും കാലം ഒരു 4-5 years ആയിട്ട് ഓഫ്ലൈൻ മാത്രം എടുത്തിരുന്ന ആൾ ഓൺലൈൻ എങ്ങനെ സക്സസ് ആകും, ഓൺലൈനൊക്കെ യോഗ എടുക്കാൻ പറ്റുമോ എന്നുള്ള ഇത് വന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ 1-2 പേര് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ സുഖമായിട്ട് ചെയ്യാം സുജി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സൂം ഒന്ന് ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ എൻക്വയറി വന്ന് 3 എൻക്വയറിയാണ് വന്നത്. 3 പേർക്ക് 3 ടൈമിംഗ് കൊടുത്തു ഞാൻ, കാരണം ഒരുമിച്ചെടുക്കാൻ എനിക്ക് പേടി, ഇത് സക്സസ് ആവുമോ എന്ന്. എടുക്കുമ്പോഴേ പറഞ്ഞു ഇൻ കേസ് നിങ്ങളുടെ ക്ലാസ് സക്സസ് അല്ലെങ്കിൽ ഞാൻ പേയ്മെന്റ് തിരിച്ചു തരാമെന്നുള്ളത്. അന്ന് 500 rupees ഞാൻ പേയ്മെന്റ് വെച്ച് 5 ദിവസത്തെ ക്ലാസ് 1 hour വെച്ച്. പക്ഷെ ഫസ്റ്റ് ഡേ വെച്ചപ്പോൾ തന്നെ സക്സസ്. എനിക്ക് സൂമിന്റെ അറിയാലോ, ടെക്നിക്കൊക്കെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മെല്ലെ അത് പഠിച്ചു. പിന്നെ ആ ഒരാളെ വെച്ച് ക്ലാസ് ആ ഒരു ബാച്ചിൽ 50 പേരിലേക്ക് പോയി ആ ബാച്ച്. അപ്പൊ അറിയാലോ, ഒരു 500 rupees 50 പേര് എനിക്ക് വരുന്നത്. അതായത് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കാരണം അത്രയും റിസൾട്ട് വന്നു. ഇതിൽ ഇത്രയും പബ്ലിക്കിലേക്ക് എത്താൻ കാരണം അതിലൊരു ചേച്ചി ഇത് റിവ്യൂ ഇട്ടായിരുന്നു. ഐ എം സോ താങ്ക്ഫുൾ ടു ഹെർ. ആ ഇട്ട റിവ്യൂവിൽ നിന്ന് അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കി, എൻ്റെ പേജ് ഭയങ്കര റീച്ചായി, എൻ്റെ വീഡിയോസ് ഭയങ്കര റീച്ചായി. സോ ആ കൊറോണ സമയത്ത് ഐ തിങ്ക് ഒരു 25 വീഡിയോസ് 25 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ വീഡിയോ ഇട്ടു. പിന്നെ അത് കയറി ക്ലിക്കായി. സോ 5 days കഴിയുമ്പോൾ പിന്നെ എൻ്റെ ക്ലാസ് അവർ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ അവർക്ക് റിസൾട്ട് ഉണ്ടായി, നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. സ്ട്രെസ്ഫുൾ ആയിരുന്നല്ലോ കൊറോണ ഡേയ്സ്. പിന്നെ അവിടെ നിന്ന് അവരെന്നെ ചോദിച്ചു നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അങ്ങനെയെന്ന് പറഞ്ഞാൽ. ദെൻ ഞാൻ ശരി വേറൊരു ടൈമിംഗ് കൂടെ കൊടുത്തിട്ട് 1000 rupees വാങ്ങിച്ച് 1 month കോഴ്സിന് കൊടുത്തു. പിന്നെ അത് എത്തി അതെ അതൊരു
യോഗ വിത്ത് സുചിത്ര മേനോൻ എന്നുള്ളൊരു ലേബൽ എനിക്കിപ്പോൾ ഉണ്ട്. ആ പേരിലാണ് ഇപ്പൊ യോഗ ക്ലാസ്സുകൾ നടത്തുന്നത്. പണ്ടും ആ പേരിൽ തന്നെയായിരുന്നു. പണ്ട് സുചിത്ര മേനോൻ യോഗ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അത് എന്നെ എല്ലാവരും ആ പേരിൽ അറിയുന്നതുകൊണ്ട് ഞാൻ അത് തന്നെ ലേബലാക്കി എടുത്തു. വേറൊരു പേരിടാതെ എൻ്റെ പേരിൽ തന്നെ ആക്കുമ്പോൾ പീപ്പിൾ ഈസ് റെക്കഗ്നൈസിങ് നൗ. കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ യോഗ അറിയാം. ഓൺലൈനിൽ വളരെ സക്സസ് ആയിട്ട് പോകുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ. അപ്പൊ അങ്ങനെ സുചിത്ര മേനോൻ യോഗ എന്താ പറയാ സക്സസ്ഫുൾ ലേഡി ആയിട്ട് തീർന്നു. ഇപ്പൊ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. വി ഹാവ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഓൺലൈനിലായതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മലയാളികളും നോൺ മലയാളീസും ഇന്ത്യൻസ് ആണ് വരുന്നത്. ഒത്തിരി പേര് ഇപ്പോഴും. ഇപ്പൊ എത്ര വർഷമായി ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ട് 9 years ആയി. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ മാർച്ച് വന്ന 4 years ആയി. ഓക്കെ. അതിനിടയിലായിരുന്നു മോഡലിംഗിലേക്ക് തിരിഞ്ഞതല്ലേ? അത് എങ്ങനെയായിരുന്നു? ഈ കൊറോണയ്ക്കൊക്കെ മുന്നേ ഈ പറഞ്ഞ പോലെ സബിത സാവരിയ എന്ന് പറയും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അവരെൻ്റെ നമ്മൾ സാധാ സെൽഫി ഇടൂലേ, അത് കണ്ടിട്ട് എന്താ പറയുക, മോഡലിംഗ് നല്ല ഫീച്ചേഴ്സ് ആണ്, ഒന്ന് ചെയ്യുന്നു എന്ന് ചോദിച്ച് ചേച്ചിയുടെ ഒരു ബ്ലാക്ക് മേക്കപ്പിൻ്റെ വർക്കിന് എന്നെ വിളിച്ചായിരുന്നു. ബ്ലാക്ക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോണിൽ നിന്ന് ബ്ലാക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു മേക്കപ്പ് ഇറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ എങ്ങനെ ചെയ്യും സുചിത്ര മേനോൻ എന്നുള്ള പറഞ്ഞ ഒരാള് എന്താ പറയുക, ഇങ്ങനെ ഒരു ജാതിയുമായിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കി അതിന്. അതായത് വെളുത്ത ആള്, ഞാൻ ആക്ച്വലി വെളുത്തിട്ടല്ല, അവരങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. എന്നിട്ട് അതിന് ഭയങ്കര ബ്ലാക്ക് ആക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാർവതി തിരുവോത്തിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ മൂവിയിൽ, അവരെല്ലാം എടുക്കണ്ടേ എന്നുള്ള രീതിയിലേക്ക്. സോ ആ ബ്ലാക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കറുത്ത സ്ത്രീകളെ തന്നെ വെച്ച് ചെയ്തുകൂടെ. സോ ഇതിന്റെ പേരാണ് ബ്ലാക്ക് ഫിഷിംഗ്. മോഡലിംഗ് അറിയപ്പെടുന്നതാണ്, അവരിട്ട പേരാണ് ബ്ലാക്ക് ഫിഷിംഗ്. സോ അത് ഭയങ്കര പ്രശ്നമായി. അതും ഈ പറഞ്ഞ പോലെയാണ് എന്റെ പ്രൊഫൈലിൽ ഭയങ്കര റീച്ച് ആക്കി. കാരണം അത് ഉറൂബിന്റെ രാച്ചിയമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ പാർവതി തിരുവോത്ത് അഭിനയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇഷ്യൂ അതിനെയൊക്കെ കണക്ട് ചെയ്തു. അത് രാച്ചിയമ്മയുടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു വെളുത്ത സ്ത്രീ കറുത്ത സ്ത്രീയെ റെപ്രസെന്റ് ചെയ്ത് അവരെ പോലെ ആവാൻ ശ്രമിക്കരുത്, അവർ എങ്ങനെ ചെയ്യരുത്, അതായിരുന്നു തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് പക്ഷെ അതിനെ കുറിച്ച് ഒരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഒരു റെഫറൻസ് ഫോട്ടോ കിട്ടി, എന്റെ ഫീച്ചേഴ്സ് വെച്ച് ഫോട്ടോജനിക്. സുജി അത് ചെയ്യുന്ന സമയത്ത് സുജിയുടെ മനസ്സിൽ എന്തായിരുന്നു കടന്നു പോയിരുന്നത്? അയ്യോ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ പുറകിൽ ഒത്തിരി എഫേർട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് അതൊരു 4 ടൈപ്പ് മേക്കപ്പ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ടൈപ്പിലുള്ള ആഭരണങ്ങളും ഇതൊക്കെയായിരുന്നു. അത് ഈ ഫേസ് മാത്രമേ ഉള്ളൂ, ഫുൾ ബോഡി ഇല്ല. സോ ഞങ്ങൾ ഒരു വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി, അടുത്ത ദിവസം 4 മണിക്കാണ് ഞാൻ മേക്കപ്പ് റിവ്യൂ. ആലോചിച്ച് നോക്കി എത്ര അവേഴ്സ് എടുത്തിട്ട് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു മേക്കപ്പ് ആയിരുന്നു. സെർച്ച് ചെയ്ത് അറിയാം, സുചിത്ര മേനോൻ യോഗ ബ്ലാക്ക് ഫിഷിംഗ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ വരും അത്. അന്ന് ആ സമയത്ത് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് ഓൺലൈൻ മീഡിയ ഒരു പ്രോബ്ലം എടുത്തായിരുന്നു. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള പേജുകളിലെല്ലാം ഈ ഒരു പ്രോബ്ലം. കാരണം അപ്പുറത്ത് ഇത് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരും കുറച്ച് സോഷ്യലി ഇടപെടുന്ന ആൾക്കാരായിരുന്നു. സോ അവരുടെ പേജിൽ നിന്നൊക്കെ അത് പോയി. ബട്ട് താങ്ക് ഗോഡ് ആ സമയത്ത് അവർ ആ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായേ. എൻ്റെ പേജ് കയറി റീച്ചായി, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അതിനെന്താ, ആ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പിന് നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി എനിക്ക് സപ്പോർട്ട് ഉണ്ടായി. അത് ഭയങ്കരമായിട്ട് റീച്ച്. അന്ന് പക്ഷേ ജാതിയുടെ പേരിലായാലും നിറത്തിന്റെ പേരിലായാലും ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. ഒരു കാര്യം ഇല്ലാണ്ട് കുറെ വിമർശനം. അല്ല, ആക്ച്വലി എനിക്കത് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചതും പറഞ്ഞതും ഒക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്കത് നല്ലതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവരോട് എനിക്ക് നന്ദിയുള്ളൂ. കാരണം ആ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഒരു മോഡലിംഗിലേക്ക് ഞാൻ വരില്ലായിരുന്നു. ആ ഒരു വർക്ക് എനിക്ക് കുറേ വർക്ക് കൊണ്ടു തന്നു. പക്ഷെ അതൊരു ശരിക്കും പറയുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ലേ? കാരണം സുജി പോലെ അത് ഫേസ് ചെയ്തിട്ടുണ്ട്. മുമ്പൊരിക്കലും ഫേസ്ബുക്കിൽ എഴുതിയത് ഓർക്കുന്നുണ്ട്, ഒരാള് അപമാനിച്ചതിനെ പറ്റിയിട്ട്, കറുത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പോൾ ഇല്ല, ആ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിതം കുറേ പഠിപ്പിക്കും. നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സഡൻ റിയാക്ഷൻ എന്നുള്ളൊരു പ്രകൃതമാണ് എൻ്റെ, എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള ഒരാൾ ആ ഒരു പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ വരണു, ഞാനെല്ലാം ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പ്രശ്നത്തിലല്ല. സോ ഓൺലൈൻ മീഡിയയിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എനിക്ക് ആരും നെഗറ്റീവ് പറയുന്ന ഈ ഒരു 10 പേരെ ഒഴിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു കൂടുതലും.
സോ ഞാനത് വളരെ ഈസി ആയിട്ടും വളരെ രസമായിട്ടാണ് എടുത്തത്. എനിക്ക് അതൊരു പ്രോബ്ലമായിട്ട് അന്ന് അതെന്തുകൊണ്ടോന്ന് അറിയില്ല, എനിക്കത് പ്രോബ്ലം ആയിരുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിന്റെ റീച്ച് ഭയങ്കരമായിട്ട് കൂടി, എവിടെ നോക്കിയാലും എന്നെ ടാഗ് ചെയ്തിട്ടുള്ള എൻ്റെ FB സൗഹൃദങ്ങൾ കൂടി. അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കതൊരു ഈ പറഞ്ഞ പോലെ നിറത്തിന്റെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളും ഈ കുട്ടിക്കാലത്ത് നിറത്തിന്റെ പേരിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ഞാൻ കറുത്തിട്ടാന്നുള്ളൊരു സാധനം. ആ സമയത്തൊക്കെ അതാന്നൊരു വിഷമമായിരുന്നു. ഇപ്പോഴൊന്നും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 30s ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെന്തോ വെളുത്തു പോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നെ അതൊന്നും പിന്നീട് ബാധിച്ചിട്ടേ ഇല്ല. പിന്നെ നിറം മാത്രം ഇതിന്റെ പേരിലൂടെ എന്താണെങ്കിലും നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സബിത ചേച്ചിയെ പോലുള്ള ഒരാളുടെ ഒരു മോഡലിംഗ് വർക്കൊന്നും ഞാൻ ചെയ്യുന്ന കരുതിയതേ അല്ല. ഇനി യോഗയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ ആളുകളെല്ലാം ഇപ്പോഴത്തെ ജീവിത ഒരു സാഹചര്യം വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവരും എങ്ങനെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കുന്നവരാണ്. അപ്പം ഉറപ്പായിട്ട് അവർ യോഗയെ പറ്റി ആലോചിക്കും. അപ്പോൾ ഒരു യോഗ ട്രെയിനറെ, ഒരു നല്ലൊരു യോഗ ട്രെയിനർ എങ്ങനെയായിരിക്കണം? നല്ലൊരു യോഗ ട്രെയിനർ നമ്മുടെ മുന്നിൽ വരുന്ന ആൾ എൻ്റെ എന്നുള്ള ഒരാൾ രീതിയിൽ നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞ് എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് പറഞ്ഞ് നമ്മൾ അല്ലേ എൻ്റെ എന്നുള്ള ഒരാൾക്ക് നമ്മൾ നന്നായിട്ടല്ലേ കൊടുക്കുക. ഒരു 100% അല്ല 200% ഇട്ട് കൊടുക്കും അല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. അതേപോലെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരും നമ്മുടെ സ്വന്തമാണെന്ന് കരുതി ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇൻറ്റൻഷൻ വളരെ പ്യുവർ ആയിരിക്കുക. നോട്ട് ഓൺലി മണി മോട്ടീവ് ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പൈസയൊക്കെ വരുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ റേദർ ദാൻ ആ പൈസ തന്ന അവർക്ക് തിരിച്ചു പോകുമ്പോൾ അയ്യോ എൻ്റെ കാശ് പോയി റിഗ്രറ്റ് ഉണ്ടാവരുത്. എന്ത് ഗംഭീരമായിട്ടാണ് ഞാൻ ട്രാൻസ്ഫോം ആയ ഈ ഒരു സാധനം ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആളുകളും ഉണ്ടല്ലോ ഇതിന്റെ പേരിൽ. ഒരുപാട് എന്താ പറയാ, തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപാട് ആളുകളും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എവരെന്ന്. അങ്ങനെ ഇല്ലടാ, അങ്ങനെ നമുക്ക് എന്തൊരു ഇതാണെങ്കിലും നമുക്ക് നമ്മളൊരു 2 ക്ലാസ് മനസ്സിലാവും. അങ്ങനെ യോഗയിൽ അങ്ങനെ ഞാൻ തട്ടിപ്പൊന്നും ഞാൻ ഇങ്ങനെ എൻ്റെ അറിവിലില്ല. ഈ യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ഡേഷൻസ്, എല്ലാ കാര്യത്തിലും അപ്ഡേഷൻസ് വേണമല്ലോ. അപ്പൊ യോഗയിലുള്ള അപ്ഡേഷൻസ് എങ്ങനെയാണ്? യോഗയുടെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സെൽഫ് പ്രാക്ടീസ്. നമ്മൾ ഡെയിലി യോഗ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സ്റ്റുഡൻസിനിടയിൽ ഇപ്പോൾ ഒരു 5 പേര് ബാക്ക് പെയിൻ ഉള്ളവരുണ്ട്. 5 പേർക്കും എല്ലാ ആസനാസും കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇയാൾക്ക് ഫോർവേഡ് ബെൻഡിങ് ഓക്കെ ആയിരിക്കും, മറ്റാൾക്ക് ഓക്കെ ആവണമെന്നില്ല. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ടു ദയർ ബോഡി. അത് നമ്മൾ കുറച്ച് ദിവസം ഇവരെ ചെയ്യിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എക്സ്പീരിയൻസ് തന്നെയാണ് ചെയ്ത് അല്ലാണ്ട് യോഗ പഠിക്കുന്നതും ക്ലാസ് എടുക്കും നമ്മളൊരു ബന്ധവും ഇല്ല. നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനവും അല്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മെയിൻലി ഇതാണ്, നമ്മുടെ അടുത്ത ആൾ വന്നു പോകുമ്പോൾ അവർ ഹീൽ ആവുന്നുണ്ടോ, ആർ ദേ ഹാപ്പി, അവർക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലെല്ലാം മാറി തുടങ്ങിയോ, അല്ലെങ്കിൽ യോഗ എന്താ, അവർ ചിലപ്പോൾ തടി കുറയ്ക്കാനായിരിക്കും വരുന്നത്, പക്ഷെ യോഗ എന്ന് പറയുന്നത് തടി കുറയ്ക്കാനല്ല. ദെൻ ദേ നോ ഇറ്റ്സ് ഫുള്ളി ഡിപ്പെൻഡ്സ് ടു യുവർ മെൻ്റൽ ഹാപ്പിനെസ്. മാനസികമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനാണ് യോഗ ചെയ്യണമെന്നുള്ളത് അവർക്ക് അത് മനസ്സിലാവും. അപ്പൊ അന്നത്തെ ആ 300 രൂപയിൽ നിന്ന് ഇന്നിവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനി എന്താണ് യോഗയിലുള്ള പുതിയ കാര്യങ്ങളും, എന്തൊക്കെ ചെയ്യാനാണ് പുതിയ പ്ലാനുകൾ? പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ യോഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത വേറൊരു വിഭാഗം എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക്കൽ യോഗയാണ്. അതായത് അസുഖങ്ങളുള്ളവർക്ക് യോഗ ചെയ്ത് എങ്ങനെ മാറ്റാം എന്നുള്ളത്. അത് യോഗ മാത്രമല്ല, ഭക്ഷണ രീതി, നമ്മുടെ ഉറക്കം എല്ലാം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവരും ജിമ്മിൽ പോയാലും സുംബ പോയാലും യോഗ ക്ലാസ്സിന് പോയാലും അവർ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും എന്നല്ലാതെ ഫുള്ളി ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ യോഗ ഇപ്പോൾ ഷെറിങ് യോഗ ചെയ്യുന്നു, അപ്പുറത്ത് പോയിട്ട് ഡെയിലി പൊറോട്ട, ഫുൾ ഹോട്ടൽ ഫുഡ്, ജങ്ക് ഫുഡ്, കളേർഡ് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹെൽത്തി ആവില്ല. അതിപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യമാണെങ്കിൽ പോലും നിങ്ങളുടെ ഭക്ഷണ രീതി വരെ നന്നാക്കിയാലേ മനസ്സിനും ആരോഗ്യം കിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു ടോൺ ആവല് മാത്രമല്ല. എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യോഗയോട് ഒപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്നവർ ഞാൻ പറയുന്ന ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യും, ഞാൻ പറയുന്ന രീതിയിൽ അവരുടെ ഉറക്കം കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ കുറേ ചാലഞ്ചസ് കൊടുക്കും അവർക്ക്. അവർ പറയുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് ആയി. പണ്ട് ഞാൻ ഒരു സ്റ്റേജിൽ കയറില്ലായിരുന്നു, പണ്ട് ഞാൻ ഇത് ചെയ്യില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഒത്തിരി സ്റ്റുഡൻസ് ആഫ്റ്റർ 40 കഴിഞ്ഞവരേക്കും ഡാൻസിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. കാരണം അവരുടെ ഇഷ്ടങ്ങൾ അവർ റീസ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ നോക്കുന്നത് ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ്. നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് കല്യാണം കഴിക്കാനും മക്കളെ ഉണ്ടാക്കാനും വെറുതെ ജോലിക്ക് പോലും മാത്രമല്ല, അത് കൂടാതെ നമ്മുടെ കുറേ ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല. എൻ്റെ ക്ലാസ്സിൽ വരുന്നവർ എല്ലാവരെ കൊണ്ട് ഞാൻ അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ കോൺഫിഡൻസ് ലെവല് ഇപ്പോൾ അധികം വരുന്നത് നമുക്കൊരു
30 എബോവ് ഉള്ള ആളുകളായിരിക്കും. അത് ജെൻസും ഉണ്ട് ലേഡീസും ഉണ്ട്. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും നമ്മുടെ ക്ലാസ്സിൽ വരാറുണ്ട്. സോ ഏത് ജെൻഡറിലുള്ള ആൾക്കാർ. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓൺലൈൻ മാത്രമേ എനിക്ക് ഇപ്പോൾ ഉള്ളൂ, ഓഫ്ലൈൻ തുടങ്ങണമെന്നുണ്ട്. സോ ഓൺലൈനിൽ വരുന്ന ഈ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊക്കെ അവരുടെ ഗ്രാഫ് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ. സോ ഐ എം നോട്ട് ഫോക്കസ് ഓൺലി ഓൺ യുവർ ടോൺ ബോഡി. മനസ്സ് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇപ്പോൾ ബിസിയാണ്, അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ അവർ സ്വയം കണ്ടെത്തുന്നുണ്ട്. ആ ഒരു ഇത്രയേ ഉള്ളൂ. വരുന്ന ഓരോരുത്തരും ആ ഒരു ഡിപ്രഷൻ, സ്ട്രെസ്സ്, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, അവരുടെ ഒരു മെൻസ്ട്രേഷണൽ സൈക്കിളൊക്കെ നിൽക്കുന്ന ഒരു 40 കഴിയുമ്പോഴേക്കും അവർക്ക് ആ ലോൺലിനെസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ അസുഖങ്ങൾ, PCOD, PCOS, എൻഡോമെട്രോസിസ്, ക്യാൻസർ പേഷ്യൻസ് ഒത്തിരി വരാറുണ്ട്. അവരോടൊക്കെ ഞാൻ ആ ഒരു ഫുഡ് ഹാബിറ്റ് മാറ്റിക്കൊടുക്കുക. അതാണ് മെയിൻ ഒരു ഫോക്കസ് ചെയ്യുന്നത്. യോഗയുടെ കൂടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഭക്ഷണം പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ തടി കുറയ്ക്കാനുള്ളതല്ല. ഞാൻ ഭക്ഷണം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിക്കാൻ ഈ ഭക്ഷണം കഴിച്ചാൽ സന്തോഷം വരും എന്നുള്ളതാണ്. അത് വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസ്പിറേഷൻ. നമുക്ക് സുചിത്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. എല്ലാവർക്കും, അതുപോലെ ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ സുചിത്രയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം എല്ലാവർക്കും പകർന്നു കിട്ടട്ടെ എന്നും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഡിയർ.